ഫ്രം നേപ്പാൾ. ഞാൻ ഇന്നലെ ഉറങ്ങിയ സ്ഥലം കാണിച്ചു തരാം. ഇവിടെ എന്തെല്ലാം മണ്ണും കാര്യമെല്ലാം കൂട്ടിയിട്ടിട്ടുണ്ട്. ഇത് ഉപയോഗിക്കാത്തൊരു പെട്രോളിൻ്റെ ആ ഒരു ഇതില്ല അടിക്കുന്ന അത് സംഭവിക്കുന്ന ഇത്ര പെട്രോൾ പമ്പ് കേട്ടോ നേപ്പാളിലെ ഏകദേശം സ്ഥലത്തും ചുറ്റിലും ബസ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് ഇതൊരു പീടിയ തോന്നുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഓപ്പൺ ആയിരിക്കും അറിയില്ല. ഇതിൻ്റെ തൊട്ടടുത്ത് ഏതൊരു ഗ്രിൽസ് അടിച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് മുമ്പിലായിട്ടാണ് ഞാൻ ഇന്നലെ ടെൻ്റ് അടിച്ചത്. ഞാൻ ഒന്ന് പിരിച്ചിട്ടും പുതച്ചിട്ടും ഒന്നുമില്ല കേട്ടോ. എന്താ വെച്ചെങ്കിൽ രാവിലെ പാക്കാക്കാൻ ബുദ്ധിമുട്ടിയൊക്കെ ഉണ്ടായിട്ട് വെറും നിലത്ത് ഇങ്ങനെ കിടന്നതാണ്. നല്ല തണുപ്പ് അടിച്ചിന്. ഞാൻ വിചാരിച്ച് തണുപ്പൊന്നും ഉണ്ടായില്ല എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഉറങ്ങിയത്. എന്തോ ഭാഗ്യത്തിന് ജാക്കറ്റ് മാറ്റിയിട്ടാണ്. ഈ ജാക്കറ്റ് ആയതുകൊണ്ട് കുറച്ച് തണുപ്പ് പിടിച്ചു തന്നു. എന്തായാലും 3:25 ഇനി വലിയ സമയമൊന്നുമില്ല. 4 മണിയാകുമ്പോൾ എൻ്റെ ബസ്. എനിക്കൊന്ന് ഇന്നലെ ഞാൻ ഒരു ബസ് ഉണ്ടായിരുന്നില്ല, സബ്ജി മാർക്കറ്റിൻ്റെ ഉള്ളിൽ ഒരു വാഷ്റൂം കാണിച്ചിട്ട് അവിടെ പോയിട്ട് വാഷ്റൂം യൂസ് ആക്കണം. അതിന് ശേഷം ബസ് സ്റ്റാൻഡിലേക്ക് ഓടണം. എന്തായാലും കുറച്ച് ടൈം എടുക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ബസ്സിൻ്റെ അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. ബസ്സിൻ്റെ അടുക്കലേക്ക് എത്തിയാട്ടോ. ഈ കാണുന്നതാണ് ബസ്. എൻ്റെ ബാഗും കാര്യമെല്ലാം ബസ്സിൽ വെച്ചിട്ട് ഞാൻ തൊട്ടടുത്ത് തന്നെ ഒരു പബ്ലിക് ടോയ്ലറ്റ് ഉണ്ടായിരുന്നു. ഇവിടെ പോയി 10 നേപ്പാളി റുപ്യ കൊടുത്തെങ്കിൽ വാഷ്റൂം യൂസ് ചെയ്യാം. ഇവിടെ ചായ ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് ടൈം എടുക്കും. ഇവിടെ ഉണ്ടാക്കിയ ചായ ഉണ്ട്. ഇവരോട് ഒന്ന് ചായ മേടിച്ച് വെള്ളം മേടിച്ചിട്ട് ഒന്ന് കുറച്ച് നേരം കുടിച്ചിരിക്കുമ്പോഴത്തേക്ക് ബസ് എടുക്കാൻ സമയം. ഇപ്പോൾ 3:50 ഒരു 10 മിനിറ്റും കൂടി ഉണ്ട്. എന്തായാലും ബസ് എടുക്കുമ്പോഴത്തേക്കൊന്നും ഒരു ഗ്ലാസ് ചായ പിടിക്കട്ടെ. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 4 മണി. ബസ് എടുക്കേണ്ട ടൈമായി. എനിക്ക് കിട്ടിയ സീറ്റ് നോക്കിയാൽ ഈ ഒരു കാലം ഇങ്ങനെ വെച്ചിട്ടുള്ളത്, ഈ ഒരു കാലം ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഇതേപോലെ എന്നെ അഡ്ജസ്റ്റ് ആക്കിയിട്ട് കക്കർ വിട്ടവരെത്തണം. അത്യാവശ്യം നല്ല ലോങ് റൂട്ടാണ്. തൊട്ടടുത്ത് ആരൊക്കെ പറഞ്ഞെങ്കിൽ അങ്ങനെ ഇരിക്കും എന്തൊക്കെ അതൊന്നും അറിയുന്നില്ല. സംഭവപ്പെടാൻ പറ്റും. എനിക്ക് അത്രയും പെട്ടെന്ന് എന്താ പറയുക ഹോണ്ടൽ ഫെസ്റ്റിവൽ അറ്റൻഡ് ആക്കാൻ വേണ്ടിയിട്ട് പോകണമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ച് വരുന്നത് വെച്ച് കാണാറിനായിട്ട് ഞാൻ ഈ ബസ് എടുത്തതാണ്. കുറച്ചും കൂടി വെയിറ്റ് ആക്കി അങ്ങനെ ഒരു ഉച്ച സമയത്തെല്ലാം നല്ല ബസ് ഉണ്ടായിരുന്നു. വലിയ വ്യത്യാസമൊന്നും കേട്ടോ. 2100 നേപ്പാൾ റുപ്യ കൊടുത്തിട്ടാണ് ഈ ബസ്സിൻ്റെ ടിക്കറ്റ് ബുക്ക് ആക്കുന്നത്. 2500 നമ്മൾ AC കോച്ചുണ്ടായിരുന്നു. മണ്ടത്തരം കാണിച്ചു പണ്ട് കാര്യമില്ല. എന്തായാലും എത്ര പെട്ടെന്ന് തന്നെ ഇന്ത്യയിലേക്ക് എത്താൻ വേണ്ടി നോക്കട്ടെ. ഇപ്പോൾ സമയം 12 മണിയാട്ടോ. ബസ് കത്തൽ വിട്ടെത്താൻ വേണ്ടിയിട്ട് 8 മണിയാണ്. പേരൊന്നും അറിയില്ല. കണ്ടിട്ട് നമ്മുടെ ഇന്ത്യൻ്റെ അതേ സിമിലർ എന്ന് പറഞ്ഞെങ്കില്ല ബീഹാർ സൈഡ്, ബീഹാർ ഉത്തർപ്രദേശ് എല്ലാം സൈഡിലുള്ള ഒരു ചെറിയൊരു ടൗണാണ്. ഒരു ടൗണാണ്. സമയം എന്ന് പറയുന്നത് 4:40 അത്യാവശ്യം ഇരുട്ടി കയറി തുടങ്ങി. ബസ് ഏതോ ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടുള്ളത്. 8 മണിയാകുമ്പോഴത്തേക്ക് കക്കർബിട്ടെത്തുമെന്ന് പറഞ്ഞ്. 8 മണി എന്ന് പറയുന്നത് ചിലപ്പോൾ 9 മണിയാവാനും ചാൻസ് ഉണ്ട്. ഇത്രയേറെ ടയർഡായിട്ട് യാത്ര ചെയ്തൊരു യാത്ര വേറെ ഉണ്ടായില്ല. കൺജസ്റ്റഡ് ആയിട്ട് ഇരുന്നിട്ട് അവിടെ ഇരുന്നിട്ട് എന്താ പറയുക വീഡിയോ എടുക്കാൻ പറ്റുന്ന ശ്വാസം കഴിക്കാൻ പോലും പറ്റുന്നില്ല. അതാണ് ഞാൻ ഇതുവരെ വീഡിയോ എടുക്കാനും. എന്തായാലും ഒന്ന് ഇവിടെ നിന്ന് കഴിക്കാൻ കിട്ടുമോ നോക്കട്ടെ. ഇവിടെ ഇപ്പോൾ ഭക്ഷണം ഇവർ മുൻപേ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടാവും. അത് വേണമെങ്കിൽ കഴിക്കാം, ഇല്ലെങ്കിൽ പോവാം. ഇത് പഴയതുണ്ടാവും, പുതിയതുണ്ടാവും. ഇതിപ്പോൾ സമൂസല ഓരോരുത്തന്മാർ ഇങ്ങനെ കൈ ഒഴിക്കുന്ന തൊട്ടോക്കുന്നുണ്ടായിരുന്നു. ഓരോരുത്തന്മാർ വരുന്നു തൊട്ടോക്കുന്നു. ബൈ. ഒരു സമൂസ മാത്രം മേടിച്ചേട്ടാ. എന്താ വെച്ചാൽ കയ്യിൽ 45 നേപ്പാളി റുപ്യ ബാലൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു 1000 ഉണ്ട്. 1000 പൊട്ടിക്കണ്ട വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുള്ളത്. ഈ 45 തന്നെ ഇപ്പോൾ 15 ബാക്കിയുണ്ട്. ഇതിനൊന്നിന് 30 നേപ്പാളി റുപ്യാണ്. രാവിലെ എന്ന് പറയുന്നത് കഴിച്ചത് കടല പുഴുങ്ങിയതും മുട്ട പുഴുങ്ങിയതും. അപ്പോൾ അതോടെ ഉള്ളത് ഹെവിയായിട്ട് കഴിക്കാൻ പറ്റിയില്ല ബസ്സൊന്നും. പക്ഷെ എന്തും കായ്പോയെങ്കിൽ നിർത്തിയില്ല ബസ്. അതുകൊണ്ട് ഉള്ളത് വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ആക്കിയിട്ട് കക്കർ വിട്ടത്തിട്ട് അവിടെ നിന്ന് ഹെവിയായിട്ട് അടിക്കാനുള്ള പ്ലാനാണ്.
എന്തായാലും ഈ ഒരു സമൂസ കഴിക്കട്ടെ, അതിനുശേഷം ബസ് ഒന്ന് കാണാം. ഇപ്പൊ സമയം തരുന്ന ഞാൻ മുക്കാലട്ടെ, ഇതുവരെ കക്കർവിട്ട് എത്തിയിട്ടാ. ഇനി 49 കിലോമീറ്റർ ഉണ്ട്. ബസ് ഏകദേശം കാലിയായി. ഞാൻ നേരത്തെ ആടെ ഇരുന്നിട്ടുണ്ടായത്, ആടുന്ന് നല്ല ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റായി. ഇപ്പം ഏതോ ഒരു സ്ഥലത്ത് ബസ് പിടിച്ചിട്ടിട്ടുണ്ട്. എന്ത് കഥ എന്തോ. ഇവിടുന്ന് തന്നെ കക്കർവിട്ട് എത്തുമ്പോഴത്തേക്ക് ഒരു 1.5 മണിക്കൂർ എടുക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇന്ന് ബോർഡർ ക്രോസ് ആക്കാൻ പറ്റുമെന്ന്. അങ്ങനെ വന്ന ബസ് വിട്ടട്ടാ 9 മണിക്ക് കറക്റ്റ് എത്തിച്ച പുള്ളി. ഇനി ഇവിടുന്ന് നേരെ പോകണ്ടാന്ന് ബോർഡറിൻ്റെ അങ്ങോട്ടേക്ക്. ഞാൻ ഇവിടുന്നാന്ന് അന്ന് അങ്ങോട്ടേക്ക് നേപ്പാളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് കാഠ്മണ്ഡുവിലേക്ക് വണ്ടി കയറിയത് ഇവിടുന്നാണ്. അതേ സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള ഒരു 1015 നേപ്പാളി റുപ്യ ഉണ്ട്. അതൊന്ന് ഇവിടുന്ന് എക്സ്ചേഞ്ച് ആക്കിയിട്ട് കയറാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും നോക്കി നോക്കാം, കയറാൻ പറ്റുമെങ്കിൽ സെറ്റ്. 9 മണിയല്ല, ഒന്ന് ട്രൈ ഇട്ട് നോക്കാം. പെട്ടെന്ന് പൈസ ഒന്ന് ചേഞ്ച് ആക്കിയിട്ട് അങ്ങോട്ടേക്ക് മെല്ലെ നടക്കുന്നു. പൈസ ചേഞ്ച് ആയി കിട്ടി കേട്ടോ. 1015 നേപ്പാളി റുപ്യക്ക് എനിക്ക് ഇന്ത്യൻ മണി 600 കിട്ടീന്. ഇവിടെ ചെക്കിങ് ഉണ്ടായിരുന്നു നമ്മളെ നേപ്പാളി പോലീസിൻ്റെ. അവർ കുറച്ച് നേരം നിർത്തിച്ച് ഞാൻ സാറ് സമയമില്ല പെട്ടെന്ന് പോകണം, 10 മണിയാകുമ്പോഴത്തേക്ക് ഗേറ്റ് അടക്കുന്ന പറഞ്ഞു. അവരോട് നോക്കെ വിട്ടു പറഞ്ഞു. എന്താണെന്നറിയില്ല, എൻ്റെ മനസ്സ് പറയുന്നത് എനിക്ക് കട്ടക്കാൻ പറ്റുമെന്ന്. എന്തായാലും അടുത്തിട്ട് നോക്കാം നമ്മളെ ഇന്ത്യൻ ഗവൺമെൻറ് കയറാൻ വിടോ ഇല്ലയോ എന്നറിയില്ല. അത് 9 മണിയാണോ 10 മണിയാണോ കറക്റ്റ് അറിയാത്തതുകൊണ്ടാണ് കേട്ടോ. അടുത്ത് കഴിഞ്ഞെങ്കിൽ എന്തായാലും കറക്റ്റ് അറിയും എന്ത് കഥയാണ്. ഈ മുമ്പിൽ കാണുന്ന കേട്ടോ ഇന്ത്യൻ്റെ ബോർഡർ. ഞാൻ കയറി ബോർഡർ ഇല്ലേ സെയിം തന്നെ. ഈ പാലത്തിലൂടെയാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത്. വലിയ പ്രൊസീജിയേഴ്സും കാര്യമൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല, കയറ്റി വിടും എന്നാണ് എൻ്റെ ഒരു മനസ്സ് പറയുന്നത്. എന്തായാലും ഞാൻ ഇവർ കഴിഞ്ഞാണൊക്കെ ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ. ഇപ്പോൾ എടുക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എടുത്ത വീഡിയോയിൽ ഡിലീറ്റ് ആക്കിക്കാൻ ചാൻസ് ഉണ്ട്. ബോർഡർ ക്രോസ് ആയിട്ടാ എൻ്റെ തൊട്ട് ബാക്കിൽ കാണുന്നതാണ് ബോർഡർ. വലിയ പ്രൊസീജിയേഴ്സ് ഒന്നും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ പാസ്പോർട്ടൊന്ന് ചെക്കാക്കി, പിന്നെ എൻ്റെ ബാഗും കാര്യങ്ങളൊന്ന് സ്കാനാക്കി അതിനുശേഷം പോയിക്കോ പറഞ്ഞു. ഇനി ഇവിടുന്ന് വണ്ടി കിട്ടുമോ നോക്കണം, അടുത്ത പണി അതാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് പാനിട്ടാങ്ക് കേട്ടോ. കുറച്ച് അങ്ങോട്ടേക്ക് പോയെങ്കിൽ ഇവിടെ എന്താ പറയുക മാർക്കറ്റും കാര്യമെല്ലാം ഉണ്ട്. അത്യാവശ്യം സാധനവും കാര്യമെല്ലാം കിട്ടും. പക്ഷേ ബോർഡറൊന്നും ഒരിക്കലും സാധനം വാങ്ങാൻ പാടില്ല എന്നേ ഞാൻ പറയും. പക്ഷേ അത്യാവശ്യം നല്ല സ്കാം നടക്കുന്ന സ്ഥലമായിരിക്കും ഈ ബോർഡർ ഏരിയ. എന്തായാലും വണ്ടി കിട്ടുന്നോ നോക്കട്ടെ. സിലിഗുരിയിലേക്കുള്ള എനിക്ക് തോന്നുന്നില്ല, ബസ് എന്തായാലും ഇല്ല. എന്നെ വേറെ എന്തെങ്കിലും വഴി കിട്ടിയെങ്കിലായല്ലോ. ഇച്ചയ്ക്ക് ചെയ്താലോ എന്ന് വിചാരിക്കുന്നത്. ലെറ്റ്സ് സീ എന്ത് കഥയെന്ന്. അങ്ങനെ ഈ വർഷത്തെ ആദ്യത്തെ ചെക്കിങ് സക്സസ് ആയിട്ടോ. ഞാൻ കുറേ നേരം വണ്ടിക്ക് കാത്തുനിന്ന്, വണ്ടി ഒന്നും നിർത്തുന്നുണ്ടായിട്ടേ. രാത്രി ആയതുകൊണ്ട് ആരും നിർത്തുന്നില്ല പേടിച്ചിട്ട്. അവസാനം ഈ പുള്ളി എന്താക്കി വണ്ടി നിർത്തിത്തന്നു. പാവം ഈ പുള്ളി കുറച്ച് മുന്നോട്ടേ ഇല്ലും, അധികം ഇല്ല. എനിക്ക് പോകേണ്ട ലൊക്കേഷനിൽ ഒരു 4 കിലോമീറ്റർ. പിന്നെ എന്തായാലും മോശമില്ല, 4 കിലോമീറ്റർ ഒന്നുമില്ലെങ്കിൽ എനിക്ക് നടക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് കാണാം. ഞാൻ വന്ന വണ്ടി എന്നെ ഇറക്കിയിട്ട് ഇതിലെ പോയിട്ടോ. അവർക്ക് ഇങ്ങോട്ടേക്ക് എൻട്രി ഇല്ല, എനിക്ക് പോകേണ്ടത് ഇങ്ങോട്ടേക്ക്. വണ്ടി കിട്ടുമോയെന്നും അറിയില്ല. ഇപ്പോൾ 11 മണി. ഓട്ടോറിക്ഷയും ഒരു വണ്ടി എന്തായാലും നിർത്താൻ പോകുന്നില്ല എന്നൊക്കെ എല്ലാം ഉറപ്പുണ്ട്. നടന്നാലോ എന്ന് വിചാരിക്കുന്നത്. 4 കിലോമീറ്ററേ ഇല്ലൂ. ഒരു വണ്ടി കിട്ടിയിട്ട് അങ്ങ് മിക്കവാറും നടക്കേണ്ട വരും. അല്ലാന്നുണ്ടെങ്കിൽ ഓട്ടോറിക്ഷ ഇട്ടെങ്കിൽ ഓട്ടോറിക്ഷയിൽ പോകാന്നുള്ള പ്ലാനുണ്ട്. भाई आगे छोड़ सकता है दार्जिलिंग मोड़, आगे दार्जिलिंग मोड़ तक जाना है, कहीं छोड़ सकता है? ओके थैंक यू सो मच. ഓക്കെ താങ്ക് യു. എനിക്ക് അവിടെ നിന്നൊരു സ്കൂട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സ്കൂട്ടിയിൽ എൻ്റെ ലൊക്കേഷൻ വരെ എത്തി. ഇതാണ് കേട്ടോ നമ്മുടെ പുള്ളീൻ്റെ വീട്. ഞാൻ പോകുമ്പം ഇറങ്ങിയ വീടില്ലേ ആ വീട്. അപ്പം നേപ്പാൾ സീരീസിൻ്റെ മൊത്തം വ്ളോഗ്സും ഇവിടെ എൻ്റെ ആയിരിക്കുന്നു. ഇനി അടുത്ത വ്ളോഗ് എന്ന് പറയുന്നത് എന്താ പറയുക ഹോൺബില്ലിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്നതല്ലേ, എന്ത് കഥയും നോക്കണം. എന്തായാലും ഇനി അടുത്ത വ്ളോഗ്സിൽ കാണാം. അതുവരേക്കും ബൈ.